ഉച്ചയ്ക്ക് 6 മണി കെട്ടും. ഒരിക്കൽ ഒരിടത്തൊരു വലിയ പച്ച വീടിന്റെ മച്ചിൽ ഒരു നിബിൾ കുടുംബം താമസിച്ചിരുന്നു. അല്ല, മനുഷ്യന്മാരുടെ കുടുംബമല്ല, പക്ഷേ എലികളുടെ കുടുംബം. നിബിൾസ് കുടുംബം അവരുടെ കൂട്ടായ്മയിൽ അഹങ്കരിച്ചു. നോക്കൂ, അവർ സാധാരണ എലികളല്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം നല്ലപോലെ ജീവിക്കാൻ നല്ല രീതികളുണ്ടായിരുന്നു. നമ്മൾ നമ്മുടേതായ ഒരു സ്വന്തം അടുക്കള പണിതാലോ? പിന്നെ നമ്മൾ പോയി നമ്മുടെ ആഹാരം മാർക്കറ്റിൽ നിന്ന് സ്വയം പോയി വാങ്ങിയാലോ? ഓ, അത് ശരിയാ. അത് നല്ല രസമായിരിക്കും. എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് അങ്ങ് പണിതാലോ? നമ്മൾ വളരെയധികം ലാഭമുണ്ടാക്കി ഈ വീട് വാങ്ങാനാവും. ഓ, അത് നീ പറഞ്ഞത് വളരെ ശരിയാ. ഭയങ്കര രസമായിരിക്കും. അതെല്ലാം വെറുതെ ഉള്ള ഐഡിയകളായിരുന്നു, വെറും വാക്കുകൾ. എല്ലാവരും ശ്രദ്ധിക്കൂ. മനുഷ്യ സ്ത്രീയും അവളുടെ ഭർത്താവും ഇന്ന് ചിലരെ ആഹാരത്തിന് ക്ഷണിച്ചിരിക്കുന്നു. അതിനർത്ഥം നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾക്കായി ഇന്ന് ആഘോഷമാണ്. ആഘോഷമോ? ഞാൻ വിചാരിച്ചു അവൻ പാർട്ടി എന്ന് പറയുമെന്ന്. പക്ഷേ ആഘോഷം എന്ന് കേട്ടപ്പോൾ ആശ്വാസം. എനിക്കിപ്പോൾ തന്നെ നാവിൽ വെള്ളം വന്നു. നന്നായി. അതിന്റെ അർത്ഥം നിന്റെതും ഞാൻ കഴിക്കുമെന്ന്. എനിക്കറിയാം, ഇതൊരു സന്തോഷത്തിന്റെ നിമിഷമാണെന്ന്. പക്ഷേ നമ്മൾ സൂക്ഷിച്ചു വേണം. കാരണം ഈ മനുഷ്യർ ഭയങ്കരമാണ്. നമ്മളെല്ലാവരെയും അവർ നിമിഷങ്ങൾ കൊണ്ട് പിടിക്കും. അത് ശരിയാ. ഞാൻ തമാശ പറഞ്ഞതല്ലേ. മനുഷ്യർക്ക് നമ്മളെ ഒരിക്കലും പിടിക്കാനാവില്ല. പക്ഷേ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. ഞാനും ടോമും ഫ്രിഡ്ജിന്റെ പുറകെ പോയി ഒളിക്കും. ഇരുട്ടായതും ഞങ്ങൾ നിങ്ങൾക്ക് സിഗ്നൽ തരും, നിങ്ങൾ വെളിയിൽ വരണം. മാർലിൻ ടോമുമായി ഫ്രിഡ്ജിന്റെ പുറകെ ഒളിക്കാൻ പോയി. പോകാൻ നേരത്ത് അവൻ ടോമിനോട് ജെറി നിബിൾ പറഞ്ഞ ഐഡിയ പറഞ്ഞു കൊടുത്തു. നിനക്കറിയാമോ ടോം, ജെറി പറയുക നമുക്ക് മനുഷ്യർക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന്. ഈ ഭൂമി നമ്മുടേതായി മാറുമെന്ന്. അതാണ് ജെറി. അവൻ ശക്തിശാലിയാണ്. അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞോ? ഇല്ല, സത്യത്തിൽ ഞങ്ങൾ ആ കാര്യം ആലോചിച്ചില്ല. എനിക്കറിയാം അവൻ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവുമെന്ന്. ഓ, തീർച്ചയായും. നമ്മൾ നിബിൾസ് വളരെ ബുദ്ധിമാന്മാരല്ലേ? വലിയ പച്ച വീട്ടിൽ ഇരുട്ട് വീണു തുടങ്ങിയതും മർലിനും ടോമും മറ്റെലികൾക്ക് സംഗീതം നൽകി. അതാ, അങ്ങനെ തന്നെ എല്ലാത്തരം ആഹാരവും ആ മരത്തടി കൊണ്ടുള്ള ഊണുമേശയിൽ റെഡി. എല്ലാ എലികളും വളരെ ആഘോഷിച്ചു തിന്നു. ഞാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. നിബിൾ കുടുംബത്തിലെ ഏറ്റവും ബുദ്ധിശാലിയായിരുന്നു പാപ്പ എലി. എല്ലാ എലികളും അവരുടെ നിറഞ്ഞ വയറും കൊണ്ടിരുന്നതും മർലിൻ പാപ്പ നിബിളിനെ കാണാൻ മച്ചിന്റെ മൂലയിലേക്ക് പോയി. ഹലോ പാപ്പ, താങ്കൾ എന്താണ് പാർട്ടിക്ക് വരാതിരുന്നത്? ഞാൻ പാർട്ടിയൊക്കെ ചെയ്യുന്ന പ്രായം കഴിഞ്ഞു മകനെ. എന്ത് കഴിക്കണം എന്ന് വരെ ഇപ്പോൾ നോക്കണം. ലിറ്റിൽ സാമി കൊണ്ടുവന്നതിൽ നിന്നും കുറച്ച് കഴിച്ചു ഞാൻ. പക്ഷെ നീ എന്തേ ഉറങ്ങിയില്ല? ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ആഹാരത്തിന്റെ യുദ്ധത്തിൽ മനുഷ്യരുമായി ഞങ്ങൾ ജയിച്ചു. അതുകൊണ്ട് ഞാൻ ജെറിയുടെ മനുഷ്യർക്കെതിരെയുള്ള യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യർക്കെതിരെ യുദ്ധമോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ മോനെ? അല്ല, അത് നല്ലൊരു ഐഡിയ ആണ് അച്ഛാ. അത് ഒരു മണ്ടത്തരമാണ് മകനെ. താങ്കൾ എപ്പോഴും എന്താണ് ഇങ്ങനെ പാപ്പ? നിരുത്സാഹപ്പെടുത്തുന്നതോ? അതെ, ആ വാക്ക് തന്നെയാണ്, നിരുത്സാഹപ്പെടുത്തുന്നത്. ഞാൻ നിരുത്സാഹപ്പെടുത്തുവല്ല മകനെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഐഡിയ എത്ര നല്ലതാണെങ്കിലും അതിനായി ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ അത് മണ്ടത്തരമാകുമെന്ന്. നമ്മുടെ കയ്യിൽ നല്ല ഐഡിയ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ബുദ്ധിശാലിയും ധൈര്യശാലിയും ആവില്ല മകനെ. പക്ഷെ നമ്മുടെ കുടുംബം ബുദ്ധിശാലിയാണ്. നിങ്ങൾ നോക്കിക്കോ പാപ്പ, നമ്മൾ മനുഷ്യർക്കെതിരെ യുദ്ധം ചെയ്യും. നമ്മൾ ജയിക്കും. മർലിൻ ആകെ കുഴപ്പത്തിലായി.
അവന് മനസ്സിലായില്ല ഇങ്ങനെ ഒരു വലിയ ഐഡിയ ഉണ്ടായിട്ടും അത് ബുദ്ധിശാലിയാവില്ല എന്ന്. അടുത്ത ദിവസം വീട്ടുകാരി എത്തിയപ്പോൾ അവൾ യഥാർത്ഥത്തിൽ അതിശയിച്ചു പോയി. ഹണി, ഒന്നിങ്ങോട്ട് വന്ന് നോക്കൂ പ്ലീസ്. എന്തു പറ്റി? ഇന്നലെ ബാക്കി വന്ന ആഹാരം നിങ്ങൾ കഴിച്ചായിരുന്നോ? എന്ത്? ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞാൻ പല്ല് തേച്ചിട്ട് നേരെ കേറി കിടന്നു. ഇല്ല, എന്നോട് കള്ളം പറയരുത്. ഇന്നലെ രാത്രി മേശപ്പുറത്ത് കുറേ ആഹാരം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രാവിലെ അത് കാണാതായി. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഡയറ്റ് കാര്യം നോക്കണമെന്ന്. അറിയില്ലേ? നിങ്ങൾ ഇന്ന് പഴങ്ങൾ മാത്രമേ കഴിക്കൂ, വേറൊന്നുമില്ല. പക്ഷേ ഞാനല്ല ചെയ്ത്. കള്ളം പറയരുത്. പക്ഷേ ഞാൻ കള്ളം പറയല്ല. ഞാൻ ആഹാരം കണ്ടുപോലുമില്ല. മനുഷ്യർക്ക് മച്ചിൻമുകളിലെ എലിയെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. എല്ലാ പ്രാവശ്യവും ആഹാരം മിച്ചം വന്നാൽ എലികൾ അത് കഴിക്കും. ആ സ്ത്രീ അതിന്റെ കുറ്റം അവരുടെ ഭർത്താവിന്മേൽ പഴിചാരും. അങ്ങനെ ഒരു ദിവസം മർലിനും ടോമും ഒരു ബ്രെഡ് കഷ്ണം കഴിക്കുമ്പോൾ മർലിൻ എന്തോ അപരിചിതമായ ഒരു ശബ്ദം കേട്ടു. എന്താ? നീ അത് കേട്ടായിരുന്നോ? ആ, അത് അപ്പുറത്തുള്ള പൂച്ചയായിരിക്കും. നേഗൽസ് എന്തൊരു പേരുണ്ടോ? ആ പൂച്ചയെ കണ്ടാൽ ഒട്ടും സ്നേഹലിയല്ല. ഈ മനുഷ്യർക്ക് പൂച്ച എങ്ങനെ താലോലിക്കാൻ പറ്റും? പൂച്ചകൾ രാക്ഷസന്മാരാണ്. രാക്ഷസൻ. ശ്രദ്ധിച്ചു കേൾക്കൂ, അത് സ്നഗിൾസ് അല്ല, അത് വേറെ എന്തോ ആണ്. അത് അടുത്തേക്ക് വരുവാണ്. മർലിനും ടോമും അത് നോക്കാനായി ഓടിപ്പോയി. ഇല്ല ഇല്ല, ഇത് സാധ്യമല്ല. അവർ ഒരു പൂച്ചയെ വാങ്ങി. പൂച്ച. എന്റെ ദൈവമേ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലല്ലോ. ടോം, ഞാനിപ്പോൾ ചാകും. ഓ ശരി, നമ്മുടെ ട്രെയിനിങ് ആലോചിച്ചു നോക്കൂ. കാര്യങ്ങൾ ഉൾക്കൊള്ളൂ. നിങ്ങളുടെ കൈയുടെ പുറകെ നോക്കൂ. നീ എന്താണ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നതെന്ന്. ഓ അതെ, ഓ ശരിയാ. കൈയുടെ പുറകെ നോക്കൂ. ശരിയാ, കാരണം പൂച്ച ഒരു പ്രാവശ്യം പിടിച്ചാൽ പിന്നെ നോക്കാൻ കൈ കാണില്ല. ഇത് അവസാനമാണ്. ആരാണ് അവർക്കൊരു പൂച്ചയെ വാങ്ങാനുള്ള മണ്ടത്തരം പറഞ്ഞു കൊടുത്തത്? ഞാൻ പറഞ്ഞത് ആ വലിയ പൂടെയുള്ള മീശയുള്ള ജീവി. വലിയ മീശ. എന്ത് വൃത്തികെട്ട ജീവികളാണ്. അതും വായുടെ മുകളിൽ മുടിനാരുകൾ അങ്ങുമിങ്ങും. മെർലിൻ, നമുക്കുണ്ടത്. നീ ആരുടെ പക്ഷത്താ കൂട്ടുകാരാ? ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. അവർക്ക് നമ്മളോട് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? നമ്മളാണ് ഇവിടെ ആദ്യം വന്നത്. ഇത് നമ്മുടെ വീടാണ്. ഓക്കേ, ചിലപ്പോൾ നമ്മൾ കാടുകയറി ചിന്തിക്കുന്നതാണെങ്കിലോ? എല്ലാ പൂച്ചകളും എലിയെ തിന്നാറില്ലല്ലോ. ചിലപ്പോൾ ഈ പൂച്ച വെജിറ്റേറിയൻ ആണെങ്കിൽ ഇലകൾ മാത്രം കഴിക്കുമെങ്കിലോ? ഇത് വലിയ മണ്ടത്തരമാണ്. ഞാൻ പറയുന്നു, പേടിക്കാതെ പണ്ടത്തെ പോലെ ജീവിക്കാമെന്ന്. പേടിക്കാതെ. അതെ ശരിയാണ്, ശരിയാണ്. ആ ശരി, ഞാൻ സമ്മതിക്കുന്നു. ഇത് നമ്മുടെ വീടാണ്. നമ്മളാണ് ഇവിടെ ആദ്യം വന്നത്. നമ്മൾ ഒരുമിച്ച് ഈ രോമം നിറഞ്ഞ ജീവിയെ ഇവിടെ ഓടിച്ചിരിക്കും. അങ്ങനെ തന്നെ തീരുമാനം. എലികൾ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കും. അവർ ആ ജീവിയെ നേരിടും. എലികൾ അവിടെയും ഇവിടെയും പേടിയോടെ നടക്കാൻ തുടങ്ങി. പക്ഷെ ധൈര്യം കാട്ടി. പക്ഷെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. ആ കാര്യം കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ തുടങ്ങി. പതുക്കെ നിബിൾ കുടുംബത്തിലെ എലികൾ പച്ച വീട് വിട്ടു പോകാൻ തുടങ്ങി. ഇല്ല കൂട്ടുകാരെ, നമ്മളൊരു കുടുംബമാണ്. നമുക്ക് ഇത് നേരിടാം. ഓ കമാൻ മെർലിൻ, നമുക്ക് നേരിടാം. അവൾ ഒരു പൂച്ചയാണ്, നമ്മൾ എലികളും. നമ്മളെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അച്ഛന്റെ മുകളിലെ താമസം വളരെ നല്ലതായിരുന്നു. നല്ല കാലത്ത് ഇവിടെ താമസിച്ച ദിവസങ്ങൾ ഒരിക്കലും മറക്കില്ല ഞാൻ. കുടുംബം ചെറുതായിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും കടന്നുപോയതും പൂച്ചയുടെ പേടി നിബിൾ കുടുംബത്തെ ബാധിച്ചു. അവർ മറ്റുവിട്ട് ഓരോന്നായി പോകാൻ തുടങ്ങി. സ്റ്റുവർട്ട് എന്ന ഡാൻസർ, ജെറി എന്ന ബുദ്ധിശാലി, ടോം എന്ന കടിയൻ എല്ലാവരും വീട് വിട്ടുപോയി. ഇതങ്ങനെ തുടർന്നു. എലികൾ എത്ര സൂക്ഷിച്ചാലും ആ പൂച്ച അവരെ പിടിക്കുമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയതും ആഹാരം കൊണ്ടുവരാൻ കഷ്ടപ്പാടായി.
മതി. ഇനി നമുക്ക് ഈ പൂച്ചയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്ക് ഐഡിയകൾ വേണം. കമോൺ, നിബൽ കുടുംബം ഐഡിയകൾ കൊണ്ടുവരാൻ വല്ലഭരല്ലേ? വല്ലഭർ തന്നെയല്ലേ നിങ്ങൾ? പറഞ്ഞു തരൂ. വീണ്ടും ആവർത്തിക്കരുത്. ഞാൻ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. നമ്മൾക്ക് ഈ മനുഷ്യരോടെല്ലാം പൂച്ചയാണ് ആഹാരം മുഴുവൻ കഴിച്ച് തീർക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താലോ? അപ്പോൾ അവരതിനെ പിടിച്ചോളും. എന്ത്? അതൊരു നല്ല ചിന്തയാണ്. പക്ഷെ കുഴപ്പം എന്താണെന്നറിയാമോ? ഈ മനുഷ്യർക്ക് ഒട്ടും വിദ്യാഭ്യാസമില്ല. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അത് ശരിയാ. അതാണ് അവിടെ കുഴപ്പം പറ്റിയത്. കമോൺ, ഏതെങ്കിലും നിബിൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കൂ. എനിക്ക് കിട്ടിപ്പോയി. ഒന്നാലോചിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം പൂച്ച വരുന്നത് നമ്മൾ കാണുന്നില്ല എന്നല്ലേ? അതായത് നമ്മൾ നമ്മുടെ നിബിൾ കാര്യങ്ങൾ ചെയ്യുന്നു, അടുത്ത നിമിഷം പെട്ടെന്ന് തന്നെ ഈ സാധനം ചാടി വരുന്നു, അതല്ലേ? ഓ അതെ അതെ, തീർച്ചയായും അത് വളരെ ശരിയാണ്. ഇങ്ങനെ തന്നെ ആയിരുന്നു അന്ന് ഞാൻ കൗണ്ടറിലെ റെസിപ്പി വായിച്ചോണ്ടിരുന്നപ്പോൾ ഉണ്ടായത്. ഓ, നീ ആരെയാണ് പറ്റിക്കുന്നത്? ഈ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിനക്ക് വായിക്കാൻ അറിയാമല്ലെന്ന് നീ ആ പെണ്ണെലിനെ നോക്കുമായിരുന്നു. ശാന്തത പാലിക്കൂ. അതെ സാമി, നീ പറഞ്ഞു വന്നത് അതെ. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. പൂച്ച എവിടെയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് മനുഷ്യരോടൊപ്പം ആ പൂച്ച റൂമിലാണെങ്കിൽ നമുക്ക് കിച്ചണിൽ കഴിക്കാം. ഓ, അതൊക്കെ ശരിയാ. പക്ഷെ നമുക്കതെങ്ങനെ മനസ്സിലാവും? പൂച്ചയ്ക്കൊരു മണി കെട്ടിയാലോ? എന്താ? പൂച്ചയെ വിൽക്കാനോ? അതായത് ഞാൻ ഈ ആഹ്ലാദം കളയുന്നില്ല. പക്ഷേ നമ്മൾ ആർക്കാണ് അതിനെ വിൽക്കാൻ പോകുന്നത്? അതായത് ആര് നമ്മുടെ കയ്യിൽ നിന്നും അതിനെ വാങ്ങും? അല്ല അല്ല അല്ല, വിൽക്കാനല്ല, മണി. നമുക്ക് അതിന്റെ കഴുത്തിൽ ഒരു മണി കെട്ടാം. അതുകൊണ്ട് അതെവിടെ നടന്നാലും നമുക്ക് മനസ്സിലാകും. അത് എവിടെയൊക്കെ പോയാലും അത് അനങ്ങുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അവൾ നമുക്കായി മണത്തു വരും. പക്ഷെ നമ്മൾ അവിടെ കാണില്ല. അവളുടെ മുഖം മാറുന്ന കാണാൻ കൊതിയാകുന്നു. കലക്കി. അതിനെയാണ് ഒരു കിടിലം ഐഡിയ എന്ന് പറയുന്നത്. നീ ആഹാരത്തിലെ ഏറ്റവും കൂടുതൽ പങ്കിന് അർഹതപ്പെട്ടവനാണ്. നമ്മൾ എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കും ഒട്ടും പേടിയില്ലാതെ? ഇത് വളരെ നല്ല ഐഡിയയാണ്. വീട് വിട്ടു പോയവരെല്ലാരും പശ്ചാത്തപിക്കും. നമ്മൾ പോകില്ല. ഇത് നമ്മുടെ വീടാണ്. എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നു. നിനക്കറിയാമോ, നിന്റെ ഐഡിയ പുരസ്കാരത്തിന് അർഹമാണ് സാമി. അതുകൊണ്ട് നിബൽ കുടുംബത്തിന്റെ ഇതിഹാസത്തിനായി ഈ ദിവസം പൂച്ചയ്ക്ക് മണികെട്ടു എന്നറിയപ്പെടും. ഞാൻ ചുമ്മാ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഞാനൊരു വയസ്സനാണ്. പുതിയ പിള്ളേരുമായി ഒത്തുചേരാൻ ഞാൻ ശ്രമിക്കുക. എന്റെ സ്പീഡ് കുറവാണ്. പക്ഷേ ഈ ഐഡിയ കൊണ്ട് എല്ലാവർക്കും സമ്മതമാണോ? തീർച്ചയായും ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞങ്ങൾ ഇതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടുമെന്നോ? കമോൺ പാപ്പ, ഞങ്ങൾ സാധാരണ കൂട്ടുകാരൊന്നുമല്ലല്ലോ ആലോചിക്കാതെ വെറും എടുത്തു ചാടാൻ. അതെ, ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങുന്ന ടീമാണ്. ശരിയല്ലേ? ശരിയാ, നന്നായി. എനിക്കൊരു ചോദ്യമുണ്ട്. ആര് പൂച്ചയ്ക്ക് മണികെട്ടും? പൂച്ചയ്ക്ക് ആര് മണികെട്ടും? അതെ, ഞാൻ പറഞ്ഞത് ആരെങ്കിലും അവിടെ പോയി ആ പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടിയിരിക്കണ്ടേ? അതാര് ചെയ്യും? എങ്ങനെ ചെയ്യും? എല്ലാവരും ശാന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരെങ്കിലും ഈ പ്രവൃത്തി ഏറ്റെടുക്കുമെന്ന് കരുതി. പക്ഷെ ആരും വന്നില്ല. ശരി, ജെറി ചെയ്യും. നീ മനുഷ്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നല്ലേ? അപ്പോ ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം പൂച്ചയെ വെച്ച് തന്നെ തുടങ്ങാം. എന്ത്? ഇല്ല, ഞാൻ ചെയ്തേനെ. പക്ഷേ മനുഷ്യർക്കെതിരെയുള്ള യുദ്ധത്തെ നയിക്കാൻ ഞാൻ ജീവനോട് വേണ്ടേ? ഞാൻ പറഞ്ഞത്, നീ പൂച്ചയുടെ പല്ല് കണ്ടായിരുന്നോ? നീയല്ലേ
ഇവരുടെ എല്ലാവരുടെയും ലീഡർ. അപ്പോ നീ തന്നെ അത് ചെയ്താ മതി അല്ലേ? എന്ത്? ഇല്ല, ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എല്ലാവരും ഞാനില്ലാതെ എന്ത് ചെയ്യും? എനിക്കത് നിങ്ങളോട് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും അത് ചെയ്തേ പറ്റൂ. കമോൺ, പറയൂ, ആര് പൂച്ചയ്ക്ക് മണി കെട്ടും? ആരും അവരുടെ ജീവൻ കളയാൻ തയ്യാറല്ലായിരുന്നു. ജെറിയും മർലിനും അടക്കം ആരും. അല്ലെങ്കിലും ഏത് കാര്യവും പറയാൻ എളുപ്പമാണ്, അത് ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ നിബിൾ കുടുംബത്തിൽ പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അവർ എല്ലാ സാധനങ്ങളും എടുത്ത് മച്ചുവിട്ട് പുറത്തുപോയി. അങ്ങനെ വലിയ പച്ച വീട്ടിൽ എലികൾ ഇല്ലാതെയായി. എത്ര വലിയ ഐഡിയ ആണെങ്കിലും അതിനായി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് മണ്ടത്തരമാണ്.